ഹലോ, വെൽക്കം ടു മൈ ചാനൽ ഫോർച്യൂൺ ലവേഴ്സ്. ഇന്ന് ഞാൻ എടുക്കാൻ പോണത് 3-day കാർഡാണ്. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഫോർ ഓൾ ദി സോഡിയാക്സ് ഹു ആർ കണക്റ്റഡ് വിത്ത് മീ. പർട്ടിക്കുലർലി ഒരു സ്പൈസസ് അല്ലെങ്കിൽ പീഷ്യന് വേണ്ടി എടുക്കുമായിരുന്നു, അങ്ങനെ അല്ലാതെ ഓൾ ദി സോഡിയാക്സ് ഹു എവർ ഇസ് കണക്റ്റഡ് വിത്ത് മീ. സോ ലെറ്റ് മീ കണക്ട് വിത്ത് ദി യൂണിവേഴ്സ്, ഷഫിൾ ദ കാർഡ്, നോക്കട്ടെ എന്താണ് ഇൻ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട്. ഐ എം ഗോഡ്, the universe, please try and help me to pick up the right card for all the viewers who are watching this video, and it should relate to their 3-day activity. Trying to connect, and let's see, I've shuffled twice. Third time, yes, shuffling, and then here goes. Yes, I've completed the shuffling. Now let's see, let's see the 3 card. The first card, yes, King of Swords. Yes, the King of Swords. And the second card, yes, 3 of Swords. And the last card, yes, here goes 8 of Cups. So now I have taken out 3 cards, King of Swords, 3 of Swords, 8 of Cups ആണ് എടുത്തത്. ഇൻഫാക്ട് ഇതും മൂന്നും ഇന്റർലിങ്ക് ടു ഈച്ച് അതർ തന്നെയാണ് കാർഡ്. ബട്ട് ദ ഫസ്റ്റ് കാർഡ് ഈസ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മാനിപ്പുലേറ്റീവ്. സോ ഇത്രയും നാളും കൊണ്ട് നിങ്ങൾ പൈലപ്പ് ചെയ്ത് വെച്ച കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഫീഡ്ബാക്ക് കൊടുക്കുന്ന ഒരു ദിവസമാണ്. അത് ഭയങ്കര സ്ട്രോങ് ആയി പോവും. ബിക്കോസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് യു ആർ ഗിവിങ് അറ്റ് വൺസ്, അത് ചെയ്യാൻ പാടില്ല. ദാറ്റ് ഈസ് ബിക്കോസ് ദ പെയിൻ കോസ്റ്റ് ഏർലിയർ, യു ആർ നോട്ട് ഏബിൾ ടു റിലീസ് ദ പെയിൻ, അതുകൊണ്ടാണ്. ബട്ട് അത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. ഈവൻ ദ തേർഡ് കാർഡ് ഓൾസോ ടോക്സ് ദ സെയിം തിങ്. നിങ്ങൾക്ക് എത്രയോ നിങ്ങൾ റിലീസ് ചെയ്യണം ആ പെയിൻ എന്ന് വിചാരിക്കുന്നത്, പക്ഷേ യു ആർ നോട്ട് ഏബിൾ ടു ഡു ഇറ്റ്. ഇന്നത്തെ കാർഡിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊറൽ ഓഫ് ദ സ്റ്റോറി പറയണമെങ്കിൽ, യു ആർ ഹേർട്ട് ബട്ട് പ്ലീസ് ഡോണ്ട് ഹേർട്ട് അതേഴ്സ്. സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുക. എന്താ പറയുക, സ്റ്റോർ ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ അങ്ങ് റിലീസ് ചെയ്തേക്കുക, ഫർഗെറ്റ് ചെയ്തേക്കുക. ഫർഗീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഫർഗീവ് ചെയ്യുക. ബട്ട് അതിന് വേണ്ടിയിട്ട് ഇന്ന് നന്നായിട്ട് കൊടുക്കണം എന്ന് വിചാരിക്കുന്ന ദിവസം കൊടുക്കാതിരിക്കുക. യു ഷുഡ് നോ ഹൗ ടു ഷെയർ എ ഫീഡ്ബാക്ക്. അത് കാമായിട്ട് കൊടുക്കൂ. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്, ഐ നോ. ബട്ട് ഇന്നത്തെ കാർഡ് ഇതാണ് പറയണത്. ഇഫ് യു ഹേർട്ട് ദം, ഇറ്റ് ഈസ് ലൈക്ക് യു വിൽ ബി ഹേർട്ട് മോർ. അവരെ ഹേർട്ട് ചെയ്യുന്നതിന് കാണ്ടി ഡബിൾ ആയിട്ടായിരിക്കും നിങ്ങൾ ഹേർട്ട് ആവുക. അപ്പൊ ഇന്നത്തെ കാർഡ് അതാണ് കോഷൻ നിങ്ങൾക്ക് പറയുന്നത്. ഫീഡ്ബാക്ക് ഷെയർ ചെയ്യണം, മസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്യണം. വളരെ പറഞ്ഞതുപോലെ ഡോണ്ട് റിട്ടേൺ ടു ദി ഓൾഡ് ഇഷ്യൂ അഗൈൻ ആൻഡ് അഗൈൻ. കാമായിട്ട് കമ്പോസ്ഡ് ആയിട്ട് ഇരിക്കുക ദിസ് 3 days. ദാറ്റ്സ് ഓൾ ഫോർ നൗ. താങ്ക് യു.